ഗുഡ് ഈവനിങ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഞാന് പ്രേമം തുടങ്ങണത് ഒരു 8ാം ക്ലാസ്സിൽ വെച്ചാണ്. 8ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ടൊരു ലവ് ലെറ്റർ കൊടുക്കണത്. അപ്പുറത്തെ 8ാം ക്ലാസ് എയിൽ പഠിക്കണ നവ്യ എന്ന് പറഞ്ഞ കുട്ടിക്ക്. കടൽ നിറയെ വെള്ളമാണ്, മരം നിറയെ ഇലകളാണ്, എൻ മനസ്സ് നിറയെ നീയാണ്, ഐ ലവ് യു നവ്യ. ഇങ്ങനൊരു ലെറ്ററാണ് ഞാൻ കൊടുത്തത്. അപ്പോ ആ ലെറ്ററിൽ പുള്ളിക്കാർ വീണു. പിന്നെ എന്റെ പ്രേമത്തിന്റെ കഥ പറയാനാണെങ്കിൽ ഉറപ്പാണ് പറഞ്ഞ തീരില്ല. പ്രണയത്തിലെ വിശേഷങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ, പറഞ്ഞാലും തീരില്ല. 10 മണി മുതൽ 1 മണി വരെ ക്ലബ് എഫ് എമ്മിന്റെ സ്റ്റുഡിയോയിൽ ഞാനുണ്ട്. ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാനുണ്ട്. ബി വിത്ത് മീ റീനു ഇൻ ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ് എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് ഇസ് ബ്ലൈൻഡ്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇത് റീനു. പ്രണയം അന്ധമാണ് എന്ന് പറയുന്നു. ആണോ? പണ്ട് കാലം തൊട്ട് ഒരുപാട് റിസർച്ചസ് ഈ ഒരു വിഷയത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാ സർവേസും റിസർച്ചസും പറയുന്നു യെസ്, ലവ് ഇസ് ബ്ലൈൻഡ്. കണ്ണും മൂക്കും നോക്കാതെയല്ലേ പലരും പ്രണയത്തിലാവുന്നേ. പ്രണയിച്ച് തുടങ്ങിയാലും അധികമൊന്നും ആലോചിക്കത്തില്ല, അതിങ്ങനെ മുന്നോട്ട് പോകും. കുറച്ചു നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ട സ്റ്റേജ് എത്തുമ്പോൾ ആലോചിക്കും, അയ്യോ ഇതെങ്ങനെ വീട്ടിൽ പറയും. അത് വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോൾ വീട്ടുകാരെ ചോദിക്കും, നീ കണ്ണുപൊട്ടിയായിരുന്നോ? ഫേസ്ബുക്കില് ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഈ ചോദ്യവാ എന്ന് റീനു ചോദിക്കുന്നു. ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് പറയുന്നത് ശരിയാ? പ്രണയം അന്ധമാണോ? ഉത്തരം ഒന്ന് പോൾ ചെയ്യണേ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരാളോട് പ്രണയം തോന്നാൻ പലപ്പോഴും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, കണ്ടങ്ങ് ഇഷ്ടപ്പെടുക അല്ലേ. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ സോണിക്കുണ്ട്. ആണോ പ്രണയം ബ്ലൈൻഡാ? പ്രണയം ബ്ലൈൻഡാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാലാണ്. അതെന്താ അങ്ങനെ? എനിക്ക് 2 വ്യൂസ് ഉണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും ലവിലിരിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു സൈഡിലിരുന്ന് മാത്രമേ നമ്മൾ തിങ്ക് ചെയ്യുള്ളൂ. അതിൽ പലപ്പോഴും ഒരുപക്ഷെ പേരൻസിന്റെ ഫീലിങ്സ് ഹേർട്ട് ആവാം. അവരെ അജിറ്റേറ്റ് ചെയ്യുന്നതല്ല, ചിലപ്പം നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു നല്ലൊരു ടൈം കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ലവ് ഇസ് നോട്ട് ബ്ലൈൻഡ് ഇൻ ദ സെയിം ടൈം, ബിക്കോസ് ഇറ്റ്സ് ദി ഇമോഷൻ ഓഫ് ദി ലവേഴ്സ് വിച്ച് ഇസ് ബ്ലൈൻഡ്. ശരിയാണ്, ലവിനെ ബ്ലൈൻഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ലവറിനെ വിളിക്കാം അല്ലേ. നമ്മളെങ്ങനെ ബ്ലൈൻഡ് ആയിട്ടൊരു പ്രണയത്തിലായിട്ടുണ്ടോ? ഉണ്ട്. ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, പ്രണയത്തിലാണ്. ഇപ്പോഴാണ്? അതെ. ആളെന്ത് ചെയ്യുന്നു? ക്ലാസ്മേറ്റ് ആണ്. കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കേട്ടോണ്ടിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ബൈ സോണിക്ക, ഗുഡ് നൈറ്റ്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ എഗെയിൻ സമയം അരയ്ക്കുകയാണ് ടൺ കണക്കിന് പ്രണയ ഗാനങ്ങളുടെ. സ്റ്റേ ട്യൂൺഡ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ലവ് ഇസ് ബ്ലൈൻഡ് ആണോ? ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ അടുത്ത് ഇതിന്റെ ഉത്തരം പറയാൻ ഇപ്പൊ എത്തിയിരിക്കുന്നത് സജിത്ത. ഹായ് സജിത്ത്. ഹലോ. ലവ് ബ്ലൈൻഡ് ആണോ? ആയിരിക്കാന്നോ? താങ്കൾ പ്രണയിച്ചിട്ടില്ല? നിരവധി തവണ. അത് തന്നെ ബ്ലൈൻഡ് ആന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ? അതെ. നമ്മൾ അങ്ങോട്ടാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രണയം വന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ലോട്ടറി അടിക്കാറുണ്ട്. അങ്ങനെ എത്ര ലോട്ടറി അടിച്ചു? ഒന്ന്. എന്നിട്ട് ആ പ്രണയം ഇപ്പൊ എവിടെ എത്തി? ആ പ്രണയം ഇപ്പോഴും ഉണ്ട്. കരയുവാണോ? ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? വീട്ടിലായിരിക്കും. അല്ലെങ്കിലും രാത്രി സമയത്ത് ആ കുട്ടി വേറെ എവിടെ ഉണ്ടാവാനാണല്ലേ. ഈ പ്രണയത്തില് ബ്ലൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇപ്പോഴും പ്രണയം. അതാരോടാ? തന്നോട്. എനിക്ക് വയ്യ, പാട്ട് വെക്കാല്ലേ? നാണം കെട്ടി കളഞ്ഞു. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇനി ഒന്നും ഞാൻ പറയുന്നില്ല, അടുത്ത പാട്ടിന്റെ സമയമായിരിക്കാം. സച്ചിത്ത് പിന്നെ വിളിക്കാട്ടോ. നമ്പർ വേണ? അയ്യോ വേണ്ടേ. സ്റ്റേ ട്യൂൺഡ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. സമയം എത്രയായി? അയ്യോ 11 മണിയായി. പക്ഷെ ഇപ്പൊ അത്ര സങ്കടമില്ല കേട്ടോ. ലവ് ബൈറ്റ്സ് 1 മണി വരെ ഇല്ലേ. കൂടെ ഞാൻ റീനു. പ്രണയം ബ്ലൈൻഡ് ആണോ എന്ന് ചോദിച്ചാ പലരുടെയും എക്സ്പീരിയൻസസ് കേട്ടാ തോന്നും യെസ്, പെൺപിള്ളേര് ഒത്തിരി ആലോചിച്ച പ്രണയിക്കുന്നൊക്കെ പറയും. ഒരു പരിധി വരെ ശരിയുവാ. എന്നാലും എത്രയൊക്കെ ആലോചിച്ചാലും പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. പ്രണയിക്കുന്ന ആള് പറയുന്ന എല്ലാ കാര്യവും നമ്മളങ്ങ് അനുസരിക്കും, ബ്ലൈൻഡായിട്ട് തന്നെ. ഏത് തരം ഡ്രസ് ഇടണം, ആരുടെ കൂടെ പുറത്തു പോകണം
എവിടെയൊക്കെ പോകാം, ആരോടൊക്കെ മിണ്ടാം. അങ്ങനെ എല്ലാ കാര്യവും അയാൾ പറയുന്ന പോലെയാണ് നടക്കുന്നത്. പിന്നെ എന്തു ചെയ്യാനും പേടിയാ. ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് മിണ്ടാൻ, ഫ്രണ്ട്സ് ആയിട്ടുള്ള പെൺപിള്ളേരെ പോലും ഒന്ന് ഫോൺ ചെയ്യാൻ, അങ്ങനെ എല്ലാത്തിനും ബ്ലൈൻഡായിട്ട് നമ്മൾ നമ്മുടെ ലവറിനെ അങ്ങ് അനുസരിക്കും. ലവ് ബ്ലൈൻഡ് അല്ലേ? ആണോ? ഉത്തരം എൻ്റെ അടുത്തൊന്ന് പറയുമോ? 56070 ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫോമാറ്റ് Club FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. When you are in love, imagination comes over intelligence. Club FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ രേണു. പ്രണയം ബ്ലൈൻഡ് അല്ല, അത് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കാണണം എന്ന് മനസ്സ് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം. ഇഷ്ടപ്പെടുന്നയാളുടെ കുറ്റങ്ങളൊന്നും അപ്പം നമുക്ക് ഒരു കാര്യമായിട്ട് തോന്നാറേ ഇല്ല. ലവറിന്റെ എല്ലാ നല്ല വശങ്ങളും കണ്ട്, അല്ലെങ്കിൽ നല്ല വശങ്ങൾ മാത്രം കണ്ട് നമ്മൾ ഒരു പിക്ചർ ഉണ്ടാക്കും. എന്നിട്ട് ആ ഇമേജിനെ ആരാധിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആവുമ്പോൾ നമുക്ക് സ്വയം തോന്നും, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ചോദിക്കും, നീ ബ്ലൈൻഡ് ആയിരുന്നോ? ഇങ്ങനെ പ്രണയിക്കാൻ നിനക്ക് എങ്ങനെ പറ്റി? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രണയത്തിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒന്നും ആലോചിക്കാതെ ഞാനങ്ങ് എടുത്തു ചാടിയെന്ന് എൻ്റെ അടുത്തൊന്ന് പറയൂ. ഫേസ്ബുക്കിൽ Club FM കോൺടെസ്റ്റ് പേജിൽ പറഞ്ഞാൽ മതി. ഞാനവിടെ ഓൺലൈനാ. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.